അപ്പോൾ ഇതാണ് എൻ്റെ ചാനലിലെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ. അധികം ലോങ് ഒന്നുമല്ല, ഒരു 6 അല്ല 7 തികച്ചില്ല, 1 മിനിറ്റ് അങ്ങോട്ട് കുറവുണ്ടാവും. അങ്ങനെ ഒരു വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഒരു ഡിസ്ക്ലൈമർ പറയാൻ കേട്ടോ. ഒറ്റ കൈ കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ടും മറ്റേ കൈ കൊണ്ട് വരയ്ക്കുന്നത് കൊണ്ടും ഇതിൽ കുറേ മണ്ടത്തരങ്ങളുണ്ടാവും. അതായത് ചില ഭാഗങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കട്ടോ. എനിക്ക് നിങ്ങൾക്ക് ഈ വരയ്ക്കുന്നതിൻ്റെ ഫുൾ സ്റ്റെപ്സ് കാണിച്ചു തരുന്ന ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇട്ടത് കേട്ടോ. ഇനി മുതൽ വലിയ വലിയ ഡ്രോയിങ്സിൻ്റെ ഒക്കെ അല്ല, ഇതത്ര വലുതൊന്നുമല്ല, എങ്കിലും എൻ്റെ കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടുള്ളതായതുകൊണ്ടും കുറച്ച് ലോങ് ആയിട്ട് ഇട്ടതൊന്നും ഞാൻ ഈ വേറൊരു സന്തോഷ വാർത്ത പറയട്ടെ. അപ്പോൾ ആദ്യം തന്നെ എല്ലാവരുടെ അടുത്തും താങ്ക്സ് പറയാൻ കേട്ടോ. എനിക്ക് 2 ദിവസം, അതായത് 2 ദിവസം മുന്നേ എനിക്ക് 24 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ 2 ദിവസത്തിന് ഇപ്പുറം, അതായത് ഇന്ന് നോക്കിയപ്പോൾ എനിക്ക് 115 സബ്സ്ക്രൈബേഴ്സ് ആയിടോ. താങ്ക് യു സോ മച്ച്. എത്ര താങ്ക്സ് പറഞ്ഞാലും മതിയാവില്ല. അതുമാത്രമല്ല, എൻ്റെ വീഡിയോസിന് ഇപ്പോൾ അത്യാവശ്യം വ്യൂവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ പിള്ളേരൊക്കെ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ എന്താ പറയണ്ടേന്ന് എനിക്കറിയുന്നില്ല. ഇതും എൻ്റെ ഒരു സബ്സ്ക്രൈബർ കമൻറ്റ് ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ. എനിക്ക് ചെറുതായിട്ടൊരു വയ്യായ്ക ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായ ഈ വോയിസ് ഓവറിലൊക്കെ എന്തെങ്കിലുമൊക്കെ തകരാറുണ്ടാവും. അപ്പോൾ ക്ഷമിക്കാട്ടോ. എനിക്ക് എത്ര വയ്യായ്ക ഉണ്ടായാലും നിങ്ങൾക്കുള്ള വീഡിയോ അത് ഞാൻ ഡെയിലി ഇടുന്നതായിരിക്കും കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടും ഉണ്ടാവണം. ഇതിൻ്റെ അപ്പുറം സൈഡിൽ ഒരു ഷേഡോ കാണുന്നില്ലേ, നമ്മൾ ഇന്നലെ വരച്ച നമ്മുടെ ക്യൂട്ട് പൂച്ചട. അപ്പോൾ ക്യൂട്ട് പൂച്ചനെ വരയ്ക്കുന്ന വീഡിയോ കാണത്തുണ്ടെങ്കിൽ ചാനൽ കയറി നോക്കിക്കോളൂ കേട്ടോ. ഇനി ഞാൻ വേറെ എന്തെങ്കിലും വരയ്ക്കണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ വരയ്ക്കുന്നതായിരിക്കും. മെല്ലെ മെല്ലെ ആണെങ്കിലും എല്ലാ വീഡിയോസും ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ. ഞാൻ ലോങ് വീഡിയോസ് ഇടണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ, ഞാൻ ഇടുന്നതായിരിക്കും. പെയിൻറ്റിംഗ് ആണെങ്കിലും അതും പറഞ്ഞോളൂ, ഞാൻ ചെയ്യാട്ടോ. എൻ്റെ A4 സൈസ് ബുക്കും A5 സൈസ് ബുക്കും കഴിഞ്ഞിരിക്കുക പേജസ്. അത് ബുക്ക് മേടിച്ച ഉടനെ ഞാൻ വലിയ വലിയ പെയിൻറ്റിങ്സ് ഒക്കെ ഇടാട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ വരച്ചിട്ടുള്ള ഈ CD പെൻ ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിലില്ലാച്ചെങ്കിൽ നിങ്ങൾ ബ്ലാക്ക് സ്കെച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ. എൻ്റെ ബ്ലാക്ക് സ്കെച്ച് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഈ CD പെൻ ഉപയോഗിച്ചത് കേട്ടോ. പിന്നെ ഞാൻ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ചോദിക്കട്ടെ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ക്രിസ്മസ് ഒക്കെ? എനിക്ക് പ്രത്യേകിച്ച് ക്രിസ്മസ് സെലിബ്രേഷനൊന്നും ഇപ്രാവശ്യം ആയിട്ടില്ല. വെറുതെ വീട്ടിലിങ്ങനെ ഇരിക്കുക. പിന്നെ രാത്രി ഒന്ന് വെറുതെ റൗണ്ട് അടിക്കാൻ പോയി. നിങ്ങളെല്ലാവരും കറങ്ങാനൊക്കെ പോയായിരുന്നു? ഇങ്ങോട്ടൊക്കെ പോയി? വല്ല ട്രിപ്പും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? എനിക്ക് ഇത്തവണ ഒരു വലിയ ക്രിസ്മസ് ഗിഫ്റ്റിനെ കിട്ടി. അത് എന്നാ 24-ാം തീയതി എൻ്റെ യൂണിവേഴ്സിറ്റി റിസൾട്ട് കൃത്യം ക്രിസ്മസിൻ്റെ തലേന്ന് തന്നെ കിട്ടിയായിരുന്നു. ഗിഫ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, നിങ്ങൾക്ക് ക്രിസ്മസ് ഫ്രണ്ടിനെ തിരഞ്ഞെടുത്ത് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടിയായിരുന്നു. നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുത്തായിരുന്നു? അടുത്ത പ്രാവശ്യം എനിക്കും നിങ്ങൾക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് തരണം നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കിട്ടോ, ലൈക്കും ചെയ്യ്. എന്താ പറയുക, നമുക്ക് ഇച്ചിരി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഗീവേസും കാര്യങ്ങളൊക്കെ കൊടുക്കാം കേട്ടോ. അതുമാത്രമല്ല, എല്ലാ മാസവും ടോപ്പ് കമൻറ്ററിനെ ഒരു ഗിഫ്റ്റും കൊടുക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? ഞാൻ കുറേ യൂട്യൂബേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടാവാറുണ്ട്, എനിക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നെങ്കിൽ സബ്സ്ക്രൈബേഴ്സൊക്കെ കയറിക്കഴിഞ്ഞാൽ എനിക്കും കൊടുക്കായിരുന്നു ഇങ്ങനെയെന്ന്. അപ്പോൾ എൻ്റെ സമയം ആവുന്നേ ഉള്ളൂ എന്ന് തോന്നി. ഇപ്പോൾ സമയം ആവാനായി ഉണ്ടാവില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യട്ടോ, കൂടെ സബ്സ്ക്രൈബും ചെയ്ത് കയറിക്കോ. അപ്പം നമുക്കും ഭാവിയിലെ ഇങ്ങനെയൊക്കെ കൊടുക്കാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞല്ലോ, 24-ലായിരുന്ന എനിക്ക് 115 ആക്കുന്നത് നിങ്ങളല്ലേ. നിങ്ങൾ എനിക്ക് ഇങ്ങോട്ട് സ്നേഹം തരുമ്പോൾ ഞാൻ നിങ്ങൾക്കും സ്നേഹം തരും കേട്ടോ. പിന്നെ ഞാൻ ആ ബോ വരച്ചിട്ടുള്ള ആ വീഡിയോയിലുണ്ടല്ലോ, കുറേ ആൾക്കാർ ഞാനുണ്ട് കൂടെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ നല്ല സന്തോഷമായി. അതുമാത്രമല്ല, സാന്റാക്ലോസ് നന്നായിട്ടുണ്ട്, ആളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ കുട്ടിക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാണ്. ആ കുട്ടിക്ക് മാത്രമല്ല, കൂടെ നിൽക്കുന്ന എല്ലാവർക്കും. ഇപ്പോൾ എനിക്ക് അത്യാവശ്യം കമൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല സന്തോഷമായി. കാരണം ഞാൻ ആദ്യം ഇട്ടിരുന്ന വീഡിയോസിൽ കമൻറ്റ്സ് ഒന്നും വന്നിരുന്നേ ഇല്ല. അപ്പോൾ എനിക്ക് നല്ല വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പല യൂട്യൂബേഴ്സിൻ്റെ കമൻറ്റ്സിൽ ഇങ്ങനെ നിങ്ങൾ കുറേ കമൻറ്റൊക്കെ ഇടുമ്പോൾ അവർക്കതൊക്കെ വായിക്കുമ്പോൾ നല്ല സന്തോഷമാവില്ലേ. അതുപോലെ എനിക്കും അതെന്താ സന്തോഷിക്കാനില്ലാത്തേ, കമൻറ്റൊന്നും വരാത്തേ, അങ്ങനെയൊക്കെ ആലോചന ഉണ്ടായിരുന്നേ. ഇപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ സന്തോഷം വാക്കുകളിൽ പറഞ്ഞൊതുക്കാൻ പറ്റുന്നേ ഇല്ല, അത്രയേറെ സന്തോഷമുണ്ട്. ഇനിയും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. തിരിച്ച് ഞാനും അങ്ങനെ തന്നെ കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ആക്കിയിട്ട് പിന്നെ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകുന്നുണ്ട്. ചിലപ്പോൾ അവർക്കൊന്നും എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല, എൻ്റെ വോയിസ് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ടാവാം, സാരമില്ല. കൂടെ നിൽക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയട്ടെ. കൂടെ നിൽക്കുന്ന നിങ്ങളില്ലേ, എന്നും എൻ്റെ കൂടെ ഉണ്ടാവണം കേട്ടോ. പലപ്പോഴും പല സിറ്റുവേഷനിലും എൻ്റെ കൂടെ നിൽക്കുന്നവർ എനിക്ക് പണി തന്ന് മുങ്ങാറാണ് പതിവ്. കൂടെ നിന്ന് ചിരിച്ചിട്ട് പിന്നീന്ന് പണി തരികയെന്നൊക്കെ കേട്ടിട്ടില്ലേ, അതേപോലെ. ഇതവിടെ നിൽക്കട്ടെ, നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് വരാം. ഈ ഡോഗ് ഏഞ്ചലിനെ വരച്ചപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ? എനിക്കുണ്ടായിരുന്നു ഒരു പട്ടിക്കുട്ടി. എൻ്റെ ബർത്ത്ഡേ പിറ്റത്തെ ദിവസം എൻ്റെ വീട്ടിലേക്ക് കൊടുന്നതാണ് എൻ്റെ പപ്പ കേട്ടോ. അതൊരു സ്ട്രീറ്റ് ഡോഗ് ആയിരുന്നു, വലിയ ബ്രാൻഡൊന്നുമല്ല. പക്ഷേ എനിക്ക് ബ്രാൻഡിനേക്കാൾ കൂടുതൽ ഇഷ്ടം സ്ട്രീറ്റ് ഡോഗ്സിനെ തന്നെയാണ് കേട്ടോ. അവന് ഞാൻ ബില്ലു എന്നാണ് പേരിട്ടത്. അത് ഞാൻ എന്താ പറയുക, 4-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പപ്പ കൊടുക്കുന്നത്. 3-ാം ക്ലാസ്സിൽ നമ്മളൊരു ചാപ്റ്റർ പഠിച്ചിട്ടില്ലേ, ബില്ലൂസ് ദി ഡോഗ്. ബില്ലൂസ് ദി ഡോഗിലെ ബില്ലുവിനെയാണ് ഞാൻ എൻ്റെ ബില്ലുവിനെ പേരിട്ടത്. പക്ഷേ എന്താ പറയുക, ഒരു വിഷുവിൻ്റെ അന്ന് കണി കണ്ടത് എൻ്റെ ബില്ല് ഒരുക്കി വെക്കണതാണ്. 5-ാം ക്ലാസ്സിലാണ് ബില്ലിനെ എനിക്ക് നഷ്ടപ്പെട്ടതെങ്കിലും ഇന്നിപ്പോൾ ഞാൻ ഡിഗ്രി 2nd ഇയർ പഠിക്കുക. എങ്കിലും ബില്ലു എന്നതിനെ ഞാൻ മറന്നിട്ടേ ഇല്ല, ഒരിക്കലും മറക്കില്ല. എൻ്റെ കുടുംബത്തിലെ ഒരംഗം തന്നെയായിരുന്നു ബില്ലു. ഇപ്പോൾ നിങ്ങളും എൻ്റെ കുടുംബത്തിലെ ഒരംഗം തന്നെയാണ്. അല്ല, ഇതിപ്പോൾ എൻ്റെ കഥ പറച്ചിൽ മാത്രമായോ ഇവിടെ? ഞാൻ നിങ്ങൾക്ക് വരയ്ക്കുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? അതൊന്നും ചോദിക്കാൻ മറന്നുപോയി. നിങ്ങൾക്ക് ഞാൻ വരയ്ക്കുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോടാ?
ഇല്ലെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, കമന്റ് ഇട്ട് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴി ഉണ്ടാക്കാട്ടോ. എനിക്കൊരു സ്വഭാവമുണ്ട്, ആരെയെങ്കിലും വർത്തമാനം പറയാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് വിടില്ല. കുറേ ഇങ്ങനെ പറയും, അതായത് ഭയങ്കര ഓപ്പണായിട്ട് പറയാൻ അറിയൂലേ, അതേപോലെ എല്ലാം അങ്ങനെ പറഞ്ഞോണ്ടേ. എനിക്കിപ്പോൾ വർത്തമാനം പറയാൻ നിങ്ങളുണ്ടല്ലോ, കുറച്ചായിട്ട് വർത്തമാനം പറയാൻ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങളെ കിട്ടി, അപ്പോൾ പിന്നെ കിടന്ന് ബളബളാന്ന് പറഞ്ഞോണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് ഈ വർത്തമാനം കുറച്ച് ഓവറായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ കുറച്ച് വർത്തമാനമൊക്കെ കുറയ്ക്കാം. അതേ വീണ്ടും വർത്തമാനം ചിത്രത്തേക്ക് പോകാണ്ട് വീണ്ടും വർത്തമാനം പറഞ്ഞോണ്ടേയിരിക്കുന്നു. എന്നെ കൊണ്ട് ഞാൻ തോറ്റുപോയി. എന്താ ചെയ്യുക? അയ്യോ, ഒരു കാര്യം കൂടെ, നിങ്ങളുടെ വീട്ടിലെ വല്ല പട്ടിക്കുട്ടിയൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ അവരുടെ പേരൊക്കെ കമന്റ് ചെയ്യട്ടോ. നിങ്ങളെ അവരെ നിങ്ങൾക്ക് എങ്ങനെ കിട്ടി അതൊക്കെ ഒന്ന് പറയുന്നേ. എനിക്ക് ഈ പട്ടിക്കുട്ടികളിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ഓടി നടക്കുന്ന പട്ടിക്കുട്ടികൾക്ക് ഞാൻ വിളിച്ചു വരുത്തി ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കും. അതിനെനിക്ക് വീട്ടിൽ നിന്ന് ചീത്തയും കേൾക്കാറുണ്ട്. അതെന്താണെന്ന് വെച്ചാലേ, നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ അവരിങ്ങനെ വന്നിരിക്കുമല്ലോ, അപ്പോൾ വേറെ ആരെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവർ കുറയ്ക്കും, അവർ ആൾക്കാരെ ഓടിപ്പിക്കുക. അതാണ് പ്രശ്നം. അപ്പോൾ വീട്ടിലേക്ക് അത്യാവശ്യക്കാരെങ്കിലും വരുമ്പോൾ ഓടിപ്പിക്കുമല്ലോ. എന്നാൽ നമ്മൾ വളർത്തുന്ന പട്ടിയാണോ? അല്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നം കൊണ്ട് എന്നെ വീട്ടിൽ നിന്ന് എന്നും ചീത്ത പറയും. അയ്യോ, സോറി. ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 2-3 കാര്യങ്ങളായില്ലേ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ചെയ്യുക, ഞാൻ ഇങ്ങനെ ആയിപ്പോയിന്നേ. അപ്പോൾ നിങ്ങൾക്ക് വരച്ചതൊക്കെ ഇഷ്ടപ്പെട്ടോടാ? വരയ്ക്കുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? അതായത് നമ്മൾ കൂടുതലും നമ്മുടെ നാട്ടുരാജ പെൻസിൽ വെച്ചിട്ട് ഷെയ്ഡ് ചെയ്യാൻ ചെയ്തേക്കുന്നത് കേട്ടോ. ആ സ്കെച്ച് വെച്ച് എന്താ പറയുക, സ്കെച്ച് വെച്ച് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മുടെ നാട്ടുരാജ പെൻസിൽ വെച്ച് ഷെയ്ഡ് ചെയ്യുന്നു. എന്തൊക്കെയാണ് പറയണേ, വർത്തമാനം പറയാൻ മാത്രമേ അറിയുള്ളൂ. ഇച്ചിരി വാചകടി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊരു പാവാ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? തോന്നിയില്ലെങ്കിലും തോന്നുന്നുണ്ട് അങ്ങോട്ട് പറഞ്ഞേക്കുന്നേ, എൻ്റെ ഒരു സന്തോഷത്തിന്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബുദ്ധി? അത് പറഞ്ഞപ്പോഴാണ്, ഇത് ഞാൻ മീഷോന്ന് പിടിച്ചൊരു ബുക്കാണ് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊന്നും എനിക്ക് കൊടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ അത്രയ്ക്ക് ഇത് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ലല്ലോ. അതിന് ശേഷമാണ് ലിങ്ക് കൊടുക്കാൻ പറ്റുള്ളൂ തോന്നുന്നു. അപ്പോൾ ഞാൻ മേടിക്കുന്ന സാധനങ്ങൾക്ക് ലിങ്കൊക്കെ തരണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. കാരണം ഞാൻ കൂടുതലും ഓൺലൈൻ പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണേ. എനിക്ക് എന്തെങ്കിലും സന്തോഷം ഉണ്ടെങ്കിൽ ഇപ്പം ഞാൻ ആദ്യം പറയുന്നത് നിങ്ങളുടെ അടുത്താണ്. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, അതൊരു സീക്രട്ടാ. അതെന്താണെന്നറിയോ, എനിക്കിങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടെന്നും ഞാൻ അതിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടെന്നും നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും എൻ്റെ വീട്ടുകാർക്കോ എൻ്റെ കമ്പനിക്കാർക്കോ ആർക്കറിയില്ല. അതൊക്കെ സീക്രട്ട് ആക്കിയേക്കുക. ഇപ്പം ഞാനിത് ഫസ്റ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്താണ് പറഞ്ഞേക്കുന്നത്. അത് സീക്രട്ട് ആയിട്ട് തന്നെ ഇരുന്നോട്ടെ. ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേട്ടോ. എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യ്, എനിക്ക് വായിക്കാലോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.